എന്തായിരുന്നു അവൻ്റെ പേര്? ടൂസൻ എന്നല്ല അവൻ്റെ പേര്. അവൻ്റെ പേരാണ് ഷിമ്മി. ഷിമ്മി വിളിച്ചിട്ട് പറയുകയാണ് അവിടെയോ ഒത്തിരി കാറുകൾ മോഷ്ടിക്കാനുണ്ട്. അതിൽ 2 കാർ എയർപോർട്ടിലാണ്, പിന്നെ 1 കാറ് പോലീസ് സ്റ്റേഷനിലാണ്. ഇതിൽ ഒത്തിരി സംഭവം പറഞ്ഞു. ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്, എനിക്കൊരു കുഞ്ഞു വീടക്കലാണ്. പിന്നെ ഒത്തിരി സംഭവങ്ങൾ മോഷ്ടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് അവരുടെ ഒരു മിലിറ്ററി ബേസിൽ പുതിയൊരു കാറ് വന്നിട്ടുണ്ട്. പക്ഷെ ആ മിലിറ്ററി ബേസ് മൂടിക്കുവാണ്, അതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല. ഇതിൻ്റെ അകത്തൊരു കാർ കിടക്കുന്നുണ്ട് ഗെയ്സ്, അത് നമുക്ക് എടുക്കാം. അതാണ് ആദ്യത്തെ കാർ. ഓക്കെ, അവസാനം നമുക്ക് ആ മിലിറ്ററി ബേസിൽ കയറണം. ഇനി ഇറങ്ങി നോക്കാം. ഓക്കെ, നമുക്കിനി നമ്മളെ ഈ കാർ എടുത്തിട്ട് പോകും ഗെയ്സ്. താനോസിൻ്റെ കാറാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നിടാം ഗെയ്സ്. നമ്മൾക്ക് പാപ്പരാണെന്ന് അറിയാമല്ലോ. ഓക്കെ, നമ്മളെ ഓട്ടോ ഇവിടെ കിടക്കുവാണ്. ആർക്കും സംശയം തോന്നാത്ത രീതിക്ക് നമുക്ക് പോകാം. താനോസിൻ്റെ കാറിൽ എന്താണ് ഗെയ്സ് പ്രത്യേകത? ആർക്കറിയത്തില്ല. നമ്മളെ വീട്, അയ്യോ താനോസിൻ്റെ കാറ് പൊട്ടിയിട്ടുണ്ട് ചെറുതായിട്ട്. നമ്മൾ കാർ വെക്കണം. നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നില്ല. ഇതാണ് ഗെയ്സ് നമ്മളെ വീട്. ഓക്കെ, സ്റ്റോപ്പ്. വണ്ടി നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട്. ഈ വണ്ടി ഇപ്പോൾ സ്റ്റൈലായി ഗെയ്സ്. ഈ വണ്ടി പൊട്ടുമ്പോൾ സ്റ്റൈലാവുന്ന വണ്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഈ താനോസിൻ്റെ വണ്ടിക്ക് പ്രത്യേകതകളൊന്നുമില്ല. പക്ഷേ നമുക്ക് എന്തെങ്കിലും പ്രത്യേകതയാണ്. നമുക്കെല്ലാം പ്രത്യേകത അവസാനം നോക്കാം ഗെയ്സ്. തൽക്കാലം നമുക്കിനി അവിടം വരെ ഓടി വരെ പോകണം ഗെയ്സ്. പിന്നെ വേറെ പോലീസ് സ്റ്റേഷനുണ്ട്, അവിടെയാണ് പുതിയ വണ്ടിയുള്ളത്. പക്ഷെ അതെടുക്കണമെങ്കിൽ ഒത്തിരി പാടക്കലാണെന്നാണ് പറയുന്നത്. ഒന്നും അറിയത്തില്ല. നമുക്ക് നേരെ പോകണം ഗെയ്സ്. ഒത്തിരി വണ്ടികളൊക്കെ എല്ലാം ഉണ്ട്. പിന്നെ വേറെ പറഞ്ഞേക്കുന്ന വേറൊരു ലൊക്കേഷനിൽ അതിനേക്കാളും വലിയൊരു വണ്ടി ഉണ്ടെന്നാണ്. പിന്നെ അത് എയർപോർട്ടിലാണ് പറഞ്ഞത് ആ വണ്ടി. പക്ഷെ ആ എയർപോർട്ടിൽ കാണാൻ പറ്റത്തില്ല, ഒത്തിരി അകത്ത് പോകണം എയർപോർട്ടിൻ്റെ. പക്ഷെ അതിനെനിക്ക് വയ്യ. നമുക്ക് തൽക്കാലം പോലീസ് സ്റ്റേഷൻ്റെ വണ്ടി മോഷ്ടിച്ചുകൊണ്ട് വരാം. പോലീസ് സ്റ്റേഷന് ടാങ്ക് വെച്ച് മൂടിയേക്കും. നമുക്ക് പോലീസ് സ്റ്റേഷൻ്റെ പുറവശത്ത് നിന്ന് പോയി അങ്ങ് അടിച്ചു മാറ്റാം കേസ്. അവിടെ സെക്യൂരിറ്റി ഗാർഡുണ്ട്, ബിക്കോസ് അത് സ്പൈഡർമാൻ്റെ വണ്ടിയാണ് കേസ്. ഒരു ചുവന്ന ലംബോർഗിനി ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് നേരെ അങ്ങോട്ട് പോയാൽ ഓക്കെ. എയർപോർട്ടിൻ്റെ അകത്തൊരു വണ്ടി ഉണ്ടെന്ന് നമുക്ക് പിന്നെ എടുക്കാം. അവസാനം നിങ്ങൾക്കൊരു സർപ്രൈസ് ഞാൻ വെക്കുന്നതായിരിക്കും ഗൈസ്. സർപ്രൈസ് അറിയുന്നതിന് മുമ്പ് ഒന്ന് ലൈക്ക് അടിച്ചേക്കോ. ഓക്കെ, എനിക്ക് പെട്ടെന്ന് പോകണം. നമുക്ക് ഇവിടെ ഓട്ടോ എടുത്തിട്ട് പോകാം. ഇവിടുന്ന് ഓട്ടോ എനിക്ക് ഗൈസ്. എൻ്റെ ഓട്ടോ ആരും മോഷ്ടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ക്ഷമിക്കത്തില്ല ഗൈസ്. ഞാനിങ്ങനെ എൻ്റെ ഒരാൾ എൻ്റെ എനിക്കൊരു സ്വന്തമായിട്ടൊരു ബാങ്ക് ഉണ്ടായിരുന്നു. ആ ബാങ്കിൽ നിന്നെല്ലാം മോഷ്ടിച്ച് എൻ്റെ കയ്യിലുള്ള എല്ലാ സമ്പാദ്യം മോഷ്ടിച്ച്. ഇപ്പോൾ എനിക്ക് ഒന്നുമില്ല. അപ്പാടെ ആ ഓട്ടോയും പിന്നെ ആ കുഞ്ഞു വീടത് വാടകയ്ക്ക് കൊടുക്കുന്ന ഞാൻ മാസം 10,000 രൂപ വീടിന് കൊടുക്കും. ഓട്ടോ കേസ് അവിടെ മൂടി വെച്ചേക്കുന്നവന്മാർ, അവിടെ സെക്യൂരിറ്റീസൊക്കെ എല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് നൈസായിട്ട് വഴി അങ്ങ് നേരെ അങ്ങ് പോകണം. നൈസായിട്ട് അങ്ങ് പോവാം. യെസ്. സെക്യൂരിറ്റിയുടെ മുമ്പിലാണ് ചാടിയത്. കുറച്ച് വളാ. സെക്യൂരിറ്റി നമ്മളെ കണ്ടില്ല. ഓർഡറാ എടുത്തിട്ട് ഓർഡറാ. എടാ സെക്യൂരിറ്റി നമ്മളെ കണ്ടില്ല. ഓടിക്കോ. സെക്യൂരിറ്റി അങ്ങോട്ട് നോക്കിയിരിക്കുവാണ് ഗേസ്. ഇവിടെ എങ്ങാണ്ടാണെന്നാണ് പറഞ്ഞ വണ്ടി. നമുക്ക് വണ്ടി നോക്കാം. താണ്ട കിടക്കുന്ന ഗേസ് ഈ വണ്ടി തന്നെയാണ്. മോനെ ഇത് പൊളി വണ്ടിയാണ് ഗേസ്. പുതിയ വണ്ടി പോലെ തന്നെ ഉള്ളൊരു വണ്ടി തന്നെയാണ്. നമുക്കിതെടുത്തിട്ട് നേരെ ആ ഗേറ്റെല്ലാം പൊളിച്ചിട്ട് പോകണം. വണ്ടി എങ്ങനെ പോകണമെന്ന് ആർക്കും അറിയത്തില്ല, എങ്ങനെ കൊണ്ടുപോകണമെന്ന്. സൗണ്ട് കഴിയുമ്പോൾ പോലീസുകാരന്മാർ വരുമെന്ന് തോന്നുന്നു ഗേസ്. നമുക്ക് നേരെ പോകാം. കാരണം ഈ വണ്ടി അത്രയും വിലപിടിപ്പുള്ള വണ്ടിയാണ്. ഈ സ്പൈഡർമാൻ്റെയാണ്. ഇനി വില വരുന്ന ഒത്തിരി. എത്ര തടയാണ് ഗേസ് വെച്ചേക്കുന്നത്. നമുക്കൊരു വരിയുണ്ട് ഗേസ്. നമുക്ക് ഈ ലംബോർഗിനി ഇങ്ങനെ അങ്ങ് കൊണ്ടുപോയിക്കൂടെ ഗേസ്. ലംബോർഗിനി കുട്ടിക്കല്ലേ. ഇവരെ ഒന്ന് നേരെ ഗേസ്. പോകുന്നില്ല ലംബോർഗിനി. നമുക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം ഈ ലംബോർഗിനി. ഇവിടുന്ന് എങ്ങനെ എടുക്കും ഗേസ്? ഇതൊന്നും വല്ല ഹെലികോപ്റ്ററിൽ നിന്ന് വല്ലതും എടുക്കുവാണ് ഇവന്മാർ. പറ്റുന്നില്ല ഗേസ്. ഇനി എനിക്ക് വൈകിയ ഞാൻ അവന്മാരെ ഇടിച്ചിട്ട് നമുക്ക് പോകാമല്ലോ. അയ്യോ വണ്ടി മുഴുവൻ പൊട്ടി. അവന്മാർ കണ്ടില്ലേ? കണ്ണുപൊട്ടന്മാർ. ഇപ്പോൾ ഭയങ്കര ഫീലാണ്. അങ്ങനെ നമുക്ക് പോകണം. അങ്ങനെ വണ്ടിയെല്ലാം നശിച്ചു പോയി. ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് സ്പൈഡർമാൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്.
ഇതാണ് അവസാനത്തെ സർപ്രൈസ്. ഈ വണ്ടിക്ക് എന്താ പ്രത്യേകത എന്നുള്ളത്. എടേ ലെറ്റ്സ് ഗോ പതുക്കെ പതുക്കെ പതുക്കെ. ഓ പറ്റില്ല പതുക്കെ നമ്മളെ സ്വന്തം ഗുണം ഓടിക്കും. നമ്മൾ ഈ പൊട്ടിച്ചാലും നമുക്ക് വെളിയിറക്കിയാൽ മതി. ലെറ്റ്സ് ഗോ ഭയങ്കര സ്പീഡ് ഭയങ്കര. ഓ പറ്റുന്നില്ല. ഈ വണ്ടി ഇവിടെ ട്രാപ്പായിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടി എങ്ങനെയെങ്കിലും വെളിയെത്തിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മളെ ബോസ് നമുക്ക് പൈസ എടുക്കില്ല. നമ്മൾ ഈ പണിയിലാണ് നിൽക്കുന്നത്. പിന്നെ ഓട്ടോൻ്റെ പൈസ നമ്മളെ കൊടുക്കാണ് കൊണ്ടാണ് നമ്മൾ എങ്ങനെയൊക്കെ ആ 10,000 രൂപ അടയ്ക്കുന്നത്. മാസം 1000 രൂപ കിട്ടത്തുള്ളൂ ബോസിന്. പിന്നെ നിങ്ങൾക്കറിയാലോ ബമ്പറെല്ലാം പോയി. വളച്ചു പോണം. ഓ ഇത് നമുക്ക് തടസ്സമാകുന്നു. അതിൻ്റെ കാര്യമൊന്നുമില്ല. വണ്ടി എടുത്ത് വെക്കണം. ഓക്കെ മാതിരി കണ്ടില്ല ഇതുവരെ. നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റത്തില്ല. പോകണമെങ്കിൽ നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയേക്കാം. എന്നിട്ട് ഈ സംഭവം എങ്ങനെയെങ്കിലും വെളിയിൽ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് കാണാം. ഗീസ് നമുക്ക് എന്തെങ്കിലും ചെയ്ത് വെളിയിൽ കൊണ്ടുവന്ന് എത്തിക്കാം. ഈ വണ്ടിയുടെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയും. വണ്ടിക്ക് പറക്കാൻ പറ്റുമല്ലോ. നമ്മളത് അറിഞ്ഞില്ല. ചുറ്റി നമ്മൾ ഞെക്കിയപ്പോൾ പറന്നിങ്ങനെ വെളിയിൽ വന്നു. നമുക്കിനി ഈ വണ്ടി എടുത്ത് നമ്മളെ വീട്ടിലോട്ട് നേരെ വിടാം. നമ്മളെ ഫോട്ടോ പോയിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടി വെച്ച് തന്നെ മോഷ്ടിച്ചിട്ട് എല്ലാം കൂടെ കൊണ്ടുവന്ന് ട്രക്കിൽ കയറ്റിയെല്ലാം വിട്ടേ പറ്റുകയും. ഇവിടെയാണ് അടുത്ത വീട്. ഇവിടെ മിലിറ്ററി ടാങ്ക്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് ഇറങ്ങിപ്പോവാം. നമ്മളെ വണ്ടി ഇടിച്ച് എല്ലാം കുളമായി. നമ്മളിതിനെ റിപ്പയർ തീർക്കുന്ന. അയ്യോ മിലിറ്ററി ട്രാൻസ് ഉണ്ടോ? അയ്യോ അവിടെ പോലീസുകാരന്മാരാ. അയ്യോ എന്നെ ഷൂട്ട് ചെയ്യുന്ന എന്നെ ഹെൽത്ത് പോകുന്നുണ്ട്. ലെറ്റ്സ് ഗോ ഉണ്ടോ ഇതോടെ. അയ്യോ നമ്മൾ പിന്നെ സോറി. നമുക്ക് എങ്ങനെയെങ്കിലും പോണം. നമുക്ക് പോകണം കേസ്. പറ്റത്തില്ല. നമുക്ക് എങ്ങനെയെങ്കിലും മോഷ്ടിച്ചേ പറ്റും. അത് ഇങ്ങനെ ജീവിതം പോകും. ബിക്കോസ് അത് ബാറ്റ്മാൻ്റെ കാറാണ്. ആ ബാറ്റ്മാൻ്റെ കാറിന് സ്വർഗത്ത് വരെ പോകാനുള്ള ശക്തിയുള്ള കാറാണ്. ലെറ്റ്സ് ഗോ. നമുക്ക് പോലീസ്. ലെറ്റ്സ് ഗോ ഗേസ്. പോലീസുകാരെ നമ്മളെ കണ്ടിരിക്കുന്നു. ഇനി നമുക്കൊന്നുമില്ല. പോലീസ്. അയ്യോ വെടിവെക്കുന്നു. മിലിറ്ററി ടാങ്ക്സ് അവിടെയൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. മിലിറ്ററി ടാങ്ക്സ് നമ്മൾ വെളിയിൽ പോകാൻ വേണ്ടിയിട്ട് മതിലെല്ലാം പൊളിച്ച് പോയിരിക്കുന്നു. നമ്മളെ വണ്ടി കിട്ടി കേസ്. ബാറ്റ്മാൻ്റെ സൂപ്പറയാണ് കേസ്. ബാറ്റ്മാൻ സൂപ്പറ ലംബോർഗിനിക്കായും വിലയുള്ളതാ. അതൊക്കെ നമുക്ക് എടുത്തിട്ട് പോകാം കേസ്. നോക്കട്ടെ ഇത് എങ്ങനെയാണെന്ന്. മോനെ സൂപ്പർ സീനായി കേസ്. സൂപ്പർ സീൻ വണ്ടി. നമുക്ക് ഇത് എങ്ങനെ കടത്തുന്നതെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് എങ്ങനെയെങ്കിലും കടത്താം. പോലീസുകാരന്മാരൊക്കെ ഉണ്ട്. ടാങ്കൊക്കെ വെളിയിൽ പോയി കേസ്. കാരണം നമ്മളെ അന്വേഷിച്ചാണ് പോയത്. ഓ ഇനി എങ്ങനെ ഇത് കൊണ്ടുവന്ന് എത്തിക്കാനാണ് കേസ്. എനിക്കറിയത്തില്ല. നമുക്കിവിടെ മെക്കാറാകുമ്പോൾ വിളിക്കാം. ബിക്കോസ് എൻ്റെ ഫോണിലൊരു ശക്തിയുണ്ട് കേസ്. അതായത് എൻ്റെ ഫോണിലെ ഗൂഗിളിൽ എന്തോ അടിച്ചാലും വരും. പക്ഷെ ഗൂഗിളിൽ കാർ അടിക്കാൻ പറ്റത്തില്ല. കാർ അടിക്കുന്നെങ്കിൽ ഞങ്ങൾ ചാവും കേസ്. അങ്ങനത്തെ ഉള്ള ആളാണ് ഞാൻ. എൻ്റെ ഫോണെടുത്ത് എന്തോ അടിച്ചാലും അങ്ങനെ വരുന്നതാണ്. നിങ്ങൾക്ക് അറിയാത്തതാണ്. ഓക്കെ R1 നമുക്ക് വരുത്തിക്കാം. അയ്യോ അവിടാണ് കേസ് വന്നത്. പിന്നെ പണി തരുവാണ്. നമുക്ക് എങ്ങനെയെങ്കിലും പോയേ പറ്റില്ലെങ്കിൽ പണിയാവും കേസ്. നമ്മളെ അടുത്ത പ്ലെയിൻ എടുക്കാനുണ്ട്. നമ്മളെ അയൺമാൻ്റെ പ്ലെയിനാണ് അത്. ലെറ്റ്സ് ഗോ. അയ്യോ വിളിക്കേണ്ടതാണ്. R1 വിളിക്കാം നമുക്ക്. നമുക്ക് ഈ വരി അങ്ങ് നേരെ ചാടിപ്പോവാം കേസ്. വണ്ടി പോലീസുകാരൻ ഷൂട്ടിങ് തുടങ്ങി. പോലീസുകാരന്മാർ ഷൂട്ടിങ് തുടങ്ങി. പെട്ടെന്ന് നമ്മൾ ഇപ്പറാ കാണുന്ന മണ്ടന്മാർ പൊട്ടക്കിണാപ്പി. പതുക്കെ വണ്ടി വെള്ളത്തിൽ വീരല്. ഓക്കെ സ്റ്റാർ സ്റ്റോപ്പ്. മാറി കേസ്. വെയിറ്റ്. ലെറ്റ്സ് ഗോ. ബാറ്റ്മാൻ്റെ വണ്ടിയാ. സൂക്ഷിച്ചു കൊണ്ടുപോകണം. ബാറ്റ്മാൻ്റെ സ്റ്റക്കായി നമ്മള്. ബാറ്റ്മാൻ്റെ വണ്ടിയാണ്. നമുക്ക് എങ്ങനെയെങ്കിലും എടുക്കാം. ഇതൊക്കെ നമുക്ക് എടുത്തിട്ട് കാണാം. നമ്മള് വണ്ടി റിപ്പയർ ചെയ്യാൻ കൊടുത്തു. പിന്നെയും വണ്ടി ചെറുതായിട്ടൊക്കെ എല്ലാം കേടായ നമ്മുടെ കാര്യമൊന്നുമില്ല. വണ്ടി റിപ്പയർ ചെയ്തേ കേസ്. നമ്മൾ
റിപ്പയർ ചെയ്ത് വണ്ടിക്ക് ഡോറ് ഞാൻ മാറ്റിക്കളഞ്ഞു. റിപ്പയർ ചെയ്തിട്ട് വണ്ടിയുടെ ഡോറ് മാറ്റിക്കളഞ്ഞു ഞാൻ. നമ്മുടെ സ്പൈഡർമാൻ്റെ വണ്ടി അവിടെ ഇല്ലല്ലോ ഈ സാറ് നമ്മുടെ സ്പൈഡർമാൻ്റെ വണ്ടി അടിച്ചു മാറ്റിയിട്ടുണ്ട്. സ്പൈഡർമാൻ്റെ വണ്ടി നമ്മളെവിടാണിട്ട് ഇവിടെയാണ് ഇഷ്ടം. നമ്മുടെ സ്പൈഡർമാൻ്റെ വണ്ടി പോയി. സ്പൈഡർമാൻ്റെ വണ്ടിയും പോയിരിക്കും. നമ്മൾ എത്ര കഷ്ടപ്പെട്ട് എടുത്തതാണെന്ന് അറിയാമോ കേസ് നിങ്ങൾക്ക്? ഓക്കെ, നമ്മളെ സ്പൈഡർമാൻ്റെ വണ്ടി ആരോ മോഷ്ടിച്ച് നമുക്ക് എങ്ങനെയെങ്കിലും എടുക്കണമെങ്കിൽ നമുക്ക് പോയി എടുത്തിട്ട് വരാം സ്പൈഡർമാൻ്റെ വണ്ടി. ലെറ്റ്സ് ഗോ. ഇവിടെ കാണാൻ ഉണ്ടോ എൻ്റെ സ്പൈഡർമാൻ്റെ വണ്ടി? ഇല്ല കേസ്. ഞാൻ പബ്ലിക്കിൽ എവിടെയെങ്കിലും നോക്കട്ടെ. ഇല്ലല്ലോ കേസ്. നമുക്ക് നമ്മുടെ സ്പൈഡർമാൻ്റെ വണ്ടി പോയിരിക്കുന്നു കേസ്. കേസ് അവിടെ നിന്നുണ്ടോ കേസ്? ഞാൻ സ്നൈപ്പർ വെച്ച് സൂം ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം കേസ്. 2000 years later. നമ്മളെ വണ്ടി കിട്ടിയിരിക്കും നമുക്ക്. അവിടെ ഞാൻ ആ സ്ഥലത്ത് നോക്കിയപ്പോഴാണ് ഒരു ഗ്യാങ് വന്നിട്ടുണ്ട്. ആ ഗ്യാങ് നമ്മളെ അടുത്താണ്. നമ്മളെ വണ്ടി റിപ്പയർ ചെയ്ത് എങ്ങനെയുണ്ട്? നമ്മളെ വണ്ടി റിപ്പയർ ചെയ്യാനാണ്. റിപ്പയർ ചെയ്തതല്ല കേസ്, നമ്മളെ ബാറ്റ്മാൻ്റെ വണ്ടി റിപ്പയർ ചെയ്തു. ഇനി അയൺമാൻ്റെ ഫ്ലൈറ്റും കൂടെ നമുക്ക് എടുക്കണം. ഇത് നമ്മളെ ബാറ്റ്മാൻ്റെ വണ്ടി റിപ്പയർ ചെയ്തതാണ്. എങ്ങനെയുണ്ട്? ഇവിടുത്തെ ബോണറ്റ് എടുത്ത് കളഞ്ഞെന്ന് പറയുമ്പോൾ കുറച്ച് സ്റ്റൈലാവട്ടെ കേസ്. ഇവിടെ പിന്നെ ഡോറിൻ്റെ ആവശ്യമില്ല. കുറച്ച് കഴിയുമ്പോൾ തനിയെ ചിറക് മുളച്ച് വരും ഇതിന്. പിന്നെ ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് പറയുമ്പോൾ ഇതിന് ഞാനൊരു ഒരു മഞ്ഞ കളർ ഇത് ഒട്ടിക്കണമെന്നായിരിക്കും. മഞ്ഞ കളർ ഇത് ഒട്ടിച്ചിട്ട് ഞാൻ ഇവിടെ ഒരു ബാറ്റിൻ്റെ പടം വരച്ച് വെക്കണം കേസ്. അതിനുവേണ്ടി ഞാൻ പൊട്ടിച്ച് കളഞ്ഞാണ്, തനിയെ പൊട്ടിച്ചാണ്. ഓക്കെ, നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത വണ്ടിയാണ്. ഇനി ഒരു വണ്ടിയും കൂടെ ഉള്ളു കേസ്. നമുക്ക് താനോസിൻ്റെ അടുത്ത് പോകാം കേസ്. കാരണം താനോസിനൊരു പ്രത്യേകതയുണ്ട്, അത് നമ്മൾ അവസാനം പറയുന്നതായിരിക്കും കേസ്. നമുക്ക് അയൺമാൻ്റെ വണ്ടി എടുക്കണമെങ്കിൽ താനോസിൻ്റെ വണ്ടി എടുത്ത് പോയാൽ പറ്റില്ല. നമ്മളെ ഈ സ്പൈഡർമാൻ്റെ ലംബോർഗിനിക്കാണ് ഒത്തിരി വില. അതുകൊണ്ട് എല്ലാവരും അതെടുത്തുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട് കേസ്. ഒത്തിരി ഗ്യാങ് അതെല്ലാം എടുത്തുകൊണ്ട് പോകാൻ നോക്കിയിട്ടുണ്ട്. അത് നമ്മൾ കാര്യമാക്കാൻ നമ്മൾ നേരെ പോവും. അയ്യോ കേസ്, സോറി. ഇടിക്കും വണ്ടി. താനോസിൻ്റെ വണ്ടി ഇടിക്കും. നമുക്കൊന്ന് റിപ്പയർ ഒക്കെ ചെയ്യണോ? വേണ്ട കേസ്. ഇപ്പം നല്ല സ്റ്റൈലായിട്ടുണ്ട് താനോസിൻ്റെ വണ്ടി. പണ്ടത്തേക്കാളും നല്ല സ്റ്റൈലായി. അതായത് നമ്മൾ ആ സ്ഥലത്തോട്ട് പോവാം. അയ്യോ, നമ്മൾ വഴി തെറ്റിച്ച് ഇങ്ങോട്ടായിരുന്നു നമുക്ക് പോകേണ്ടത്. ലെറ്റ്സ് ഗോ. നമ്മൾ നല്ലപോലെ വണ്ടി ഓടിക്കത്തില്ല. ബിക്കോസ് എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല. ഞാൻ വണ്ടി ഓട്ടോ ഡ്രൈവറായിരുന്നു. നമുക്ക് അയൺമാൻ്റെ ആ സംഭവം കൂടെ എടുത്തുകൊണ്ട് വന്നാൽ മതി. അയൺമാൻ്റെ പ്ലെയിൻ മാത്രമല്ല, ഈ വണ്ടി കൂടെ നമുക്ക് എടുക്കണം. വണ്ടി റിപ്പയർ ചെയ്യാൻ നമുക്ക് കൊടുത്തിട്ട് പോകാം ഗീസ്. ബിക്കോസ് റിപ്പയർ ഈസ് ദ ബെറ്റർ. ഇതെന്താണ് ഗീസ്? ഇവിടെ ഒരു ലംബോർഗിനി കിടക്കുന്നു. ഞാൻ വിളിച്ചു നോക്കട്ടെ അത് എടുക്കണമെന്ന് ഗീസ്. അവൻ വേറൊരു കാര്യം പറഞ്ഞായിരുന്നു. സ്പൈഡർമാൻ്റെ 2 ലംബോർഗിനി ഉണ്ടെന്ന് അവൻ പറഞ്ഞായിരുന്നു ഗീസ്. അതിനകത്ത് ഒന്നാണ് ഗീസ് ഇത്. പക്ഷെ നേരത്തെ ഇവിടെ കണ്ടില്ല. അവനെൻ്റെ അടുത്ത് പറഞ്ഞെന്താണെന്ന് പറയട്ടെ, ഞാൻ സ്പൈഡർമാൻ ഒരു വൈകുന്നേര സമയമാകുമ്പോൾ കൊണ്ടുവന്നിടത്തതേ ഉള്ളൂ. കാരണം ഇതാണ് സ്പൈഡർമാൻ്റെ മെയിൻ വണ്ടി. എല്ലാ വണ്ടിയിലും ഒരേ കളർ തന്നെയാണ്. നമുക്കിനി ചെല്ലേണ്ട ആ പ്ലെയിൻ എടുക്കാനാണ്. ഈ ഒരു മഞ്ഞ കളർ പ്ലെയിനാണ്. അതൊരു നല്ല ഫേമസ് പ്ലെയിനാണ്. അയൺമാൻ്റെ ആണ്. നമുക്കിനി അകത്തോട്ട് കയറിയിട്ട് ആ പ്ലെയിനും കൂടെ മോഷ്ടിച്ചാൽ എല്ലാം തീർന്നു. ലെറ്റ്സ് ഗോ. പറ്റുന്നില്ല, നമുക്ക് പറ്റാത്ത എന്താണെന്ന് എനിക്കറിയത്തില്ല. ലെറ്റ്സ് ഗോ. നമ്മൾ ക്ഷീണിച്ചു. അയ്യോ, നമ്മൾ ക്ഷീണിച്ചു കേസ് ചെറുതായിട്ട്. ക്ഷീണിച്ചേ. എന്തായാലും ഓടിപ്പോവാ, ഇല്ലെങ്കിൽ നമ്മളെ പ്ലെയിൻ നമുക്ക് കിട്ടത്തില്ല. പ്ലെയിൻ നേരെ എടുക്കണം. ഓക്കെ, നമുക്ക് പ്ലെയിൻ എടുത്തിട്ട് കാണാം കേസ്.